നമസ്കാരം. ഭാരതത്തിൻ്റെ UP ഉത്തർപ്രദേശിൽ നിന്ന് സീമസാർ ജില്ലയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെ ഒരു പൗരാണിക പ്രാധാന്യമുള്ള ഒരു പ്രദേശം നൈമിഷവനം. ഈ നൈമിഷവനത്തിൽ നിന്ന് പിന്നിൽ ഒരു പൗരാണിക കഥയുണ്ട്. കലിയുഗ ആരംഭത്തിൽ, അതായത് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം ആരംഭിക്കുന്നതായ ഘട്ടത്തിൽ 88,000 ഭാരതത്തിലെ ഋഷിമാർ സാക്ഷാൽ പിതാമഹനായ ബ്രഹ്മദേവനെ കണ്ട് സങ്കടം പറയുന്നു. അല്ലയോ പിതാമഹ, അടുത്തു വരാൻ പോകുന്ന കലിയുഗത്തിൽ വളരെയേറെ അധാർമികമായ പ്രവർത്തികൾ ഉണ്ടാകും. ഞങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് ഈശ്വരനെ ഭജിക്കുവാനുള്ള അവസ്ഥ ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങ് ദയവായി അതിന് അനുയോജ്യമായ ഒരു സ്ഥലം പറഞ്ഞു തന്നാലും. അങ്ങനെ ബ്രഹ്മദേവൻ ഒരു നേമി, അതായത് ചക്രം, നേമി എടുത്ത് ഭൂമിയിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ചക്രം ഉരുണ്ടുപോയി നിൽക്കുന്ന സ്ഥലത്ത് പോയി തപസ് ചെയ്യുക. നിങ്ങൾക്കവിടെ ശാന്തി ഉണ്ടാകും. ആരും നിങ്ങളെ ശല്യപ്പെടുത്തുവാൻ വരികില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ഈ ഋഷിമാർ മടങ്ങി വരുന്നു. ആ സ്ഥലമാണ്, ആ ചക്രം വന്നു നിന്ന സ്ഥലമാണ് നൈമിഷ വനം. ഇന്നും ഭാരതത്തിൻ്റെ മറ്റേതൊരു പുണ്യതീർത്ഥങ്ങളെക്കാൾ പ്രാധാന്യം പ്രശാന്തമായ ഒരു വനപ്രദേശം. നമ്മുടെ പൂർവികന്മാരായ യോഗിവര്യന്മാരിരുന്ന് വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ തർജ്ജമ ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും എഴുതുകയും സംവാദങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന ഇന്നും ആ സ്ഥലം അതുപോലെ തന്നെയാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നു. ഇത് നമ്മുടെ ഇന്നും ഭാരതത്തിന് ഏറ്റവും അഭിമാനപ്രദമായ ഒരു സ്ഥലമാണ് നൈമിഷവനം. നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഋഷി എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ അത്രിയാണ്. അത്രിയിൽ നിന്ന് വ്യാസൻ വരെയും വ്യാസനിൽ നിന്ന് ആദിശങ്കരൻ വരെയുമുള്ള ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. അഭിമാനപൂർവം ഈ ലോകത്തിന്, അല്ലെങ്കിൽ ഈ സപ്തഭുവനങ്ങൾക്കും ദർശനം കൊടുക്കുവാനുള്ള അത്രമാത്രം ഒരു ദർശന ഭണ്ഡാകാരം അടങ്ങിയ നമ്മുടെ മഹാഭാരതത്തിൽ ഒരു ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സുഹൃതം തന്നെയാണ്. ഇത്രയും പറയാൻ കാരണം, നമ്മുടെ ആ സന്യാസ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് കപടമുഖങ്ങൾ 1000 നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തും മുളച്ചു വരുന്നുണ്ട്. കപട യോഗികളും കപട മന്ത്രവാദികളും കപട ജ്യോത്സ്യന്മാരും എന്ന് വേണ്ട അത് തിരിച്ചറിയുവാനുള്ളൊരു ആർജവം നമ്മുടെ സാധാരണക്കാർ കാണിക്കണം. ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ഇതിപ്പോൾ ഞാനങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല. പക്ഷേ അന്ധവിശ്വാസം, ഒരു യഥാർത്ഥ ദൈവവിശ്വാസിക്ക് അന്ധവിശ്വാസിയാകേണ്ട കാര്യമില്ല. യഥാർത്ഥ വിശ്വാസിക്ക് ഈശ്വരനേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. ദൈവാധീനം ജഗൽ സർവം സദേവാസുര മാനുഷം എന്നാണ് പ്രമാണം. ലോകത്തിലുള്ള സകല ദേവന്മാരും അസുരന്മാരും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ ഈശ്വരൻ്റെ സ്വാധീന വലയത്തിൽ തന്നെയാകുന്നു എന്നാണ് ഇതിന് സാരം. അപ്പോൾ പിന്നെ ഈശ്വരനേക്കാൾ വലുത് ഇവിടെ എന്തുണ്ട്? ക്ഷേത്രത്തിൽ പോവുക, പോകാതിരിക്കുക, ഉള്ളിൽ ഭജിക്കുക, നാമം ജപിക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കാതിരിക്കുക, എന്തിനും ഇത്രമാത്രം സർവ്വസ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗം നമ്മുടെ ഈ ലോകത്ത് ഈ ഹിന്ദുമതമല്ലാതെ മറ്റൊന്നുമില്ല. അതായത് ആത്മമധ്യേ ഗതപ്രാണൻ എന്നാ പറയുന്നത്. ആത്മാവിൻ്റെ ഉള്ളിലാണ് പ്രാണൻ. നമ്മുടെ കഠോപനിഷത്തിൽ പറയുന്നത് ആത്മാവാകുന്ന യജമാനൻ സഞ്ചരിക്കുന്ന രഥമാണ് ശരീരം എന്നാണ്. ഇത്രയും അർത്ഥവത്തായ ഒരു ഉപനിഷ് മറ്റു ലോകത്തിൽ ഒരു ഗ്രന്ഥങ്ങളിലും കാണാനില്ല. അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള സമൂഹത്തിൽ നമ്മളെ ദുഷിപ്പിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന എല്ലാ തരം വഞ്ചനകളെയും ചതികളെയും കാപട്യത്തെയും തിരിച്ചറിയുക എന്നുള്ള ഒരു അറിവ്, ഒരു വിവേകം ഉണ്ടാകാൻ വേണ്ടി എല്ലാവിധ അനുഗ്രഹാശിസുകളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2023 എഴുതിയ ഒരു കവിത ഇതോടൊപ്പം അവതരിപ്പിക്കുകയാണ്. അതായത് ജന്മദാതാക്കളെ നിഷ്കരണം ആട്ടി പുറത്താക്കുന്ന
ഒരു തലമുറ ഇന്നുണ്ട്. നമ്മുടെ അച്ഛനോടും അമ്മയോടും ഗുരുജനങ്ങളോടും ഒക്കെ വിവേകരഹിതമായി പെരുമാറുകയും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി നമ്മുടെ തലമുറയ്ക്കുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ ഈ കവിത. വലിച്ചെറിഞ്ഞു മാലിന്യമായി നീ പടിയടച്ചു തള്ളിപ്പടച്ചവരെ, വലിച്ചെറിഞ്ഞു മാലിന്യമായി നീ പടിയടച്ചു തള്ളിപ്പടച്ചവരെ, ജന്മം കടം തന്ന ജരാനരകളെ, ജന്മം കടം തന്ന ജരാനരകളെ, തെരുവിൻ ഉടമകളായി തിളച്ച സാമൂഹ്യ ചന്തകളിൽ കാലം കെട്ടടിച്ചിട്ട കണ്ണീർക്കുടങ്ങൾ, കാലം കെട്ടടിച്ചിട്ട കണ്ണീർക്കുടങ്ങൾ, നീറി ചുട്ടുപഴുത്ത ജീവിത സായന്തനങ്ങൾ, നീറി ചുട്ടുപഴുത്ത ജീവിത സായന്തനങ്ങൾ. നിന്റെ ബാല്യ കൗമാരങ്ങളെ സ്വയം നെഞ്ചിലേറ്റി കനലായി പുകഞ്ഞവർ, നിന്റെ ബാല്യ കൗമാരങ്ങളെ സ്വയം നെഞ്ചിലേറ്റി കനലായി പുകഞ്ഞവർ, കണ്ടു മതിമറന്നു നീ കനക കിനാവിൻ്റെ മഞ്ചലിൽ തിറയാടി യൗവനമാഘോഷിക്കവേ, കണ്ടു മതിമറന്നു നീ കനകക്കിനാവിൻ്റെ മഞ്ചലിൽ തിറയാടി യൗവനമാഘോഷിക്കവേ. താളം പിഴയ്ക്കുന്നു നിന്റെ തലമുറ, താളം പിഴയ്ക്കുന്നു നിന്റെ തലമുറ, കാണും ലോകമല്ലാത്മബന്ധത്തിൽ പ്രതിനായകൻ, കാണും ലോകമല്ലാത്മബന്ധത്തിൻ പ്രതിനായകൻ, കരുതി വയ്ക്കുന്നു കാലം നിനക്ക് അന്ധകാരത്തുരുത്തുകൾ, അതിനുള്ളിലെ ശിക്ഷകൾ. കാലം കരുതി വയ്ക്കുന്നു നിനക്കുള്ള അന്ധകാരത്തുരുത്തുകൾ, അതിനുള്ളിലെ ശിക്ഷകൾ. നിന്നെ നിനക്കു ദാനം നൽകിയോർ, നിന്നെ നിനക്ക് ദാനം നൽകിയോർ ലോകധന്യത പുണരാതെ നീ നടതള്ളിയോർ, നിന്നെ നിനക്ക് ദാനം നൽകിയോർ ലോകധന്യത പുണരാതെ നീ നടതള്ളിയോർ, കണ്ണീരുറവകൾ കാത്തുവയ്ക്കുന്നു കാലം നിന്നിലെ നരാധമക്കെട്ടഴിച്ചിടുവാൻ. ലോകധന്യത പുണരാതെ നീ നടതള്ളിയോർ, കണ്ണീരുറവകൾ കാത്തുവയ്ക്കുന്നു കാലം നിന്നുള്ളിലെ നരാധമക്കെട്ടഴിച്ചിടുവാൻ. വെള്ളി വെളിച്ചം കിട്ടും നിത്യലാവണ്യപ്പടർപ്പുകൾ മാഞ്ഞും കൈവിടും നിലവറകൾ തിരിച്ചറിഞ്ഞില്ല നീ, പൊട്ടി വീണതോ തിരിച്ചറിയൽ കാർഡ് മതിയോ, നീ പൊട്ടി വീണതോ ഒരു തിരിച്ചറിയൽ കാർഡ് മതിയോ മനുഷ്യനാകാൻ, വെറും ഒരു മനുഷ്യനാകാൻ. നന്ദി, നമസ്കാരം.